വിദ്യാഭ്യാസം, സാംസ്കാരികം, അതേപോലെ സഹകരണം. ഇത് മൂന്നിലാണ് CPM ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ മറ്റാരെങ്കിലും കൈവച്ചാൽ എന്ത് വില കൊടുത്തും അതിനെ തകർക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലയിൽ നടക്കുന്ന മസിൽ പവറാണ്. ഇവിടെ ഒരു അനാർക്കി ഉണ്ടാക്കിയാണ്. കോൺഗ്രസ്സുകാരെ നിർത്തുന്നതിന് വേണ്ടി CPM കണ്ടെത്തിയിട്ടുള്ള മാർഗമാണ് കാവ്യ. അല്ല, ഇവർക്ക് കാവ്യവൽക്കരിക്കാനായിട്ടുള്ള സ്ട്രെങ്ത് ഒന്നും കേരളത്തിൽ BJPക്ക് ഇല്ല. ഡിജിറ്റൽ സർവകലാശാലയിൽ കോടികളുടെ വെട്ടിപ്പാട് നടക്കുന്നു. അതെ, അത് സിസാർ തോമസ് കണ്ടെത്തിയതാണ്. 1500 കോടി രൂപ അവിടെ മറിച്ച്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശിവശങ്കറായിരുന്നു. സിൻഡിക്കേറ്റിന് ഭരിക്കാൻ പറ്റിയ VC-മാരെ നിയമിച്ചത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. അങ്ങനെ പൂർണ്ണമായും ചുവപ്പുവൽക്കരിച്ചതിൻ്റെ പൊട്ടിത്തെറിയാണ് ഇന്ന് കേരളത്തിൽ എല്ലായിടവും കാണുന്നത്. ഇത് ശരിയാകണമെങ്കിൽ CPM തന്നെ വിചാരിക്കണം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? യുദ്ധസമാനമായ സാഹചര്യമാണ് എല്ലാ സർവകലാശാലയിലും ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അതെ, ഇന്ന് രാവിലെ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പോലീസിന് വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വളരെ സംഘർഷഭരിതമായ സമര രംഗത്തായിരുന്നു വിദ്യാർത്ഥികൾ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം കേരള സർവകലാശാലയിലും കേരളത്തിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഉടലെടുത്തത്? ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും വളരെ നിർണായകമായ ഒരു ഇടപെടലുണ്ടായി. അതായത് താൽക്കാലിക VC-മാരെ നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും നിയമിച്ചത് നിയമപരമല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അത് നിയമിച്ചതാകട്ടെ ഗവർണറും. എന്തായാലും ഗവർണറും നമ്മുടെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ ഇതിന് ഒരു രാഷ്ട്രീയ മാനം കൂടി ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് കൂടാതെ നമ്മളിവിടെ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ്. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കേരളത്തിൽ കഴിവും യോഗ്യതയുമുള്ള ആരുമില്ലേ ഇതൊക്കെ ഒന്ന് നേരെയാക്കുവാൻ? എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ സർക്കാർ വന്നിട്ട് ഇവിടെ എല്ലാം കുളമായി പോവുകയാണല്ലോ എന്ന് നിരീക്ഷകർ വളരെ ശക്തമായി വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നറിയുക, കേരളത്തിലെ 66 സർക്കാർ കോളേജുകളിൽ 64ഇടത്തും പ്രിൻസിപ്പൽമാരില്ല. 13 സർവകലാശാലകളിൽ 12ഇടത്ത് VC-മാർ ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഇത്തരത്തിൽ നാഥനില്ലാ കളരിയായി ഏതും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണോ നിലനിൽക്കുന്നത്? ഇതൊക്കെയാണ് വിമർശകർ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. പരിശോധിക്കാൻ നമുക്ക് ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, എന്താണ് നിലവിലെ സാഹചര്യം എന്ന്. നമ്മോടൊപ്പം ചേരുന്നു സേവ് യൂണിവേഴ്സിറ്റി ഫോറം ചെയർമാനും കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ ശ്രീ ശശികുമാർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്? അതാണ് ഇവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ വലിയ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. കേരള സർക്കാർ ഹൈക്കോടതി സമർപ്പിച്ച ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ സർവകലാശാലയിലെയും KTUവിലെയും താൽക്കാലിക VC-മാർക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാടാണ് എടുത്തത്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി സർവകലാശാലകൾ CPM-ൻ്റെ അധീനതയിലാണ്. അവരുടെ ഒരു ശക്തിയാണത്. വിദ്യാഭ്യാസം, സാംസ്കാരികം, അതേപോലെ സഹകരണം, ഇത് മൂന്നിലാണ് CPM ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ മറ്റാരെങ്കിലും കൈവച്ചാൽ എന്ത് വില കൊടുത്തും അതിനെ തകർക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. അപ്പോൾ ഇവിടുത്തെ ഗവർണറുടെ ഇടപെടലിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ? ഇപ്പോഴേ ഗവർണർ ഇടപെടാൻ കാര്യം 2021 വരെ അന്നുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ടിരുന്നു. ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുള്ള ആൾക്കാരെ തന്നെ നിയമിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായില്ല. പക്ഷേ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിലൂടെ സർവകലാശാലയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുവെന്ന് ഗവർണർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് പറയുന്നത് കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറയും, ക്വാളിറ്റിയുള്ള നിങ്ങൾ ക്വാളിറ്റിയുള്ള ആൾക്കാരെ മാത്രമേ വൈസ് ചാൻസലറായിട്ട് മേലാൽ ഞാൻ നിയമിക്കുള്ളൂ എന്ന് ഗോപിനാഥ് രവീന്ദ്രൻ്റെ കണ്ണൂരുള്ള പുനർനിയമനം വന്നപ്പോഴാണ് അത് പരസ്യമായിട്ട് പറഞ്ഞത്. അവിടെ വച്ചാണ് ഗവൺമെൻറ്റും ഗവർണറുമായിട്ടുള്ള തർക്കത്തിന് തുടങ്ങും. ഒപ്പം ഗവർണർ ഇന്ന് വരെ നമ്മളിവിടെ പുനർനിയമനം ഒരു VC-മാർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഗോപിനാഥ് രവീന്ദ്രൻ പുനർനിയമനം കൊടുത്തത്. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ആപ്ലിക്കേഷൻ സ്വീകരിച്ച് കഴിഞ്ഞു. അതിനുശേഷം അതിന് കാരണം ഒരു പാക്കേജ് ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട്
യോഗ്യതയില്ലെങ്കിൽ പോലും കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം ഗോപിനാഥ് രവീന്ദ്രൻ അംഗീകരിക്കുകയും അവർക്ക് നിയമനം കൊടുത്തു. തുടർന്ന് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂവേഷൻ കൊടുത്തു. ഒരു പ്രത്യുപകാരം. ഇതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഗവർണർ ആദ്യം തന്നെ നിയമനം സ്റ്റേ ചെയ്തു. മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റുമുട്ടലായി, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഏറ്റുമുട്ടലായി, പ്രശ്നങ്ങൾ സങ്കീർണമായി. സാങ്കേതിക സർവകലാശാല സുപ്രീം കോടതി വിധി അനുസരിച്ച് അവിടെയുള്ള വൈസ് ചാൻസലർ ഡിസ്ക്വാളിഫൈഡായി, വോയിഡ് അബിനിഷ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വി സിമാർക്കും അദ്ദേഹം നോട്ടീസ് കൊടുത്തു. അപ്പോൾ ഒരു സംശുദ്ധീകരണം നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അതിന് CPM തയ്യാറല്ല. കാരണം വൈസ് ചാൻസലർമാർ സർവകലാശാല തലപ്പത്തിരിക്കുന്നവർ പാർട്ടി അനുകൂലികളായിരുന്നാൽ മാത്രമേ സിൻഡിക്കേറ്റ് പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, ചുരുക്കി പറഞ്ഞാൽ വൈസ് ചാൻസലറുടെ മുകളിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഡിഫാക്റ്റോ വൈസ് ചാൻസലർമാരായിട്ട് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ സിൻഡിക്കേറ്റാണ് സർവകലാശാല സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനം സംബന്ധിച്ചും. പക്ഷേ ഈ സിൻഡിക്കേറ്റിന് ഇത്രയേറെ പറയപ്പെടുന്ന പവർ ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്? വൈസ് ചാൻസലർക്കാണ് അധികാരം വർഷങ്ങളായിട്ട്. കാരണം UGC നിയമം ഉണ്ടാകിയ നാൾ മുതൽ വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ മുഖമെന്ന് പറയുന്നത്. വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റ് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും തടഞ്ഞു വയ്ക്കാനും അത് ഗവർണർക്ക് റെഫർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അമിതമായ അധികാരങ്ങളാണ് വൈസ് ചാൻസലർക്കുള്ളത്. സിൻഡിക്കേറ്റും അക്കാഡമിക് സെനറ്റും കൂടാതിരിക്കുമ്പോൾ അവരുടെ അധികാരങ്ങൾ കൂടി ഉപയോഗിക്കാനുള്ള അവകാശം വൈസ് ചാൻസലർക്കുണ്ട്. അപ്പോൾ വൈസ് ചാൻസലർ പ്യൂർലി അക്കാഡമിക് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ ആ വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ സിൻഡിക്കേറ്റിന് വാസ്തവ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് യാതൊരു അധികാരമില്ല, സിൻഡിക്കേറ്റിനാണ് അധികാരം. അപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോഴാണ് ഈ അംഗങ്ങൾക്ക് യോഗം ചേരുമ്പോൾ മാത്രമേ അവർക്ക് അധികാരമുള്ളൂ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വൈസ് ചാൻസലറാണ്. പക്ഷേ സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി സിൻഡിക്കേറ്റ് തീരുമാനമെടുത്താൽ അത് ബ്ലോക്ക് ചെയ്യേണ്ട അധികാരം, അത് അപ്ഹോൾഡ് ചെയ്യേണ്ടത്, ആക്ടും സ്റ്റാറ്റ്യൂട്ടും അപ്ഹോൾഡ് ചെയ്യേണ്ടത് വൈസ് ചാൻസലറാണ്. അതിന് വിരുദ്ധമായി സിൻഡിക്കേറ്റ് മെജോറിറ്റിയോട് തീരുമാനമെടുത്താൽ അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടാൽ വൈസ് ചാൻസലർക്ക് ഇത് ഗവർണർക്ക് റെഫർ ചെയ്യാം. ഗവർണറുടെ തീരുമാനമായിരിക്കും ഫൈനൽ. ഇത് വളരെ നിയമം, നമ്മുടെ ഈ നിയമം 1958 തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ നിയമം അതേപോലെ പകർത്തിയതാണ് EMS ഗവൺമെൻറ് കാലത്ത്. ഞാനൊന്ന് സംശയം ചോദിച്ചോട്ടെ, അതായത് ചില മുൻ സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ ചർച്ചകളിൽ പങ്കെടുത്ത് പറയുന്നത് കേട്ട് സിൻഡിക്കേറ്റിനാണ് പൂർണ്ണ അധികാരം VC നിയമിക്കാൻ അല്ലെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനും തിരിച്ചെടുക്കാനും ഒക്കെയുള്ള അധികാരം. രജിസ്ട്രാർ വിഷയത്തിലാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചർച്ചകളിൽ കണ്ടത്. ഇത്തരത്തിലുള്ള അധികാരം ഉണ്ട് എന്ന് പറയുന്നവരുടെ ചരിത്രം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവർ അത്തരത്തിൽ ഒരു പൊതുവേദിയിൽ ഇരുന്ന് പറയുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. കാരണം ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അധ്യാപകരുടെയും നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. അവർ പറയുന്നത് ശരിയാണ്. കാര്യം വെച്ചാൽ രജിസ്ട്രാറുടെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. അപ്പം നിയമനാധികാരിക്ക് മാത്രമേ അയാളെ പണിഷ് ചെയ്യാനും അധികാരമുള്ളൂ. അത് നമ്മുടെ നിയമം അതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. സിൻഡിക്കേറ്റ് യോഗം ചേരാതിരിക്കുമ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരം 10-13 എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട് ഈ ആക്ടിൽ 10-13. ആ ക്ലാസ് അനുസരിച്ച് വൈസ് ചാൻസലർക്ക് എക്സർസൈസ് ചെയ്യാം. ഇവിടെ എമർജൻസി വരുമ്പോൾ വൈസ് ചാൻസലർക്ക് പവർ ഉപയോഗിക്കാം. അത് അടുത്ത് കൂടുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, റാറ്റിഫൈ ചെയ്യേണ്ട. റിപ്പോർട്ട് ചെയ്ത് അംഗീകരിക്കണം. അതാണ് റാറ്റിഫിക്കേഷൻ, റിപ്പോർട്ടിങ്. ഇത് റിപ്പോർട്ടിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. അത് ശരി. ഇല്ലെങ്കിൽ അവർ വേണമെങ്കിൽ കോടതിയിലോ ഗവർണറടുത്തോ പരാതിയായിട്ട് പോകാം. ഈ വൈസ് ചാൻസലർ ആണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത് അല്ലേ? ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനുള്ള അധികാരവും പിരിച്ചുവിടാനുള്ള അധികാരവും വൈസ് ചാൻസലർക്ക് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ നിയമത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ വൈസ് ചാൻസലർ പിന്നെ ഈ എമർജൻസി പവർ പണിഷ്മെൻറ്റിന് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിയിട്ട് വൈസ് ചാൻസലർ പറഞ്ഞു ഈ കേസ് സിൻഡിക്കേറ്റിനെ റെഫർ ചെയ്യാണ്, സിൻഡിക്കേറ്റ് പരിശോധിച്ചിട്ട് തീരുമാനിക്കുക. അപ്പോൾ പണിഷിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റാണ്. ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ കിട്ടിയില്ല. ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ കിട്ടാത്തതുകൊണ്ട് കണ്ടെത്തിയ മാർഗ്ഗമാണ് എമർജൻസി ആയിട്ട് ഒരു സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടി. അതെന്തിനാ? കൗണ്ട് ഓഫ് ബിറ്റ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇവർ ബഹളം ഉണ്ടാക്കി ഇയാളെ തിരിച്ചെടുക്കണം. അപ്പോഴത്തെ അന്ന് വൈസ് ചാൻസലർ ചാർജ് വെച്ച സിസ തോമസ് പറഞ്ഞു ഈ യോഗം കൂടുന്നത് ഇയാളെ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനില്ല, ആ കേസ് കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറയും. ഇവർക്ക് കോടതി പോയാൽ കിട്ടത്തില്ല. പക്ഷേ അപ്പോഴൊരു കണ്ടെത്തിയത് VC പുറത്ത് യോഗം പിരിച്ചുവിട്ടതിന് ശേഷം എവര് യോഗം ചേർന്ന് ഇയാളെ തിരിച്ചെടുത്തു. അതെങ്ങനെ വാലിഡ് ആവും? അത് അവർക്കും അറിയാം, ഇത് ചട്ടവിരുദ്ധമാണെന്നറിയാം. എങ്കിലും ഇവിടെ ഒരു അനാർക്കി ഉണ്ടാക്കുക എന്നുള്ളത്
CPM-ന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ചട്ടവിരുദ്ധമായി ചേർന്ന് എടുത്ത തീരുമാനത്തെ ആണ് അവർ കോടതിയെ അറിയിച്ചത്. പക്ഷേ കോടതി അത് അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, ചട്ടവിരുദ്ധമായ തീരുമാനം എടുത്തിട്ട് എന്നെ തിരിച്ചെടുത്തു എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞത്. ഇയാൾ കോടതിയിൽ പോയത് എന്നെ സസ്പെൻഡ് ചെയ്തു, എന്നെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന് പറയാനാണ് ഇയാൾ കോടതി പോയത്. കോടതി സ്റ്റേ കൊടുത്തില്ല. അടുത്ത ദിവസം കോടതി തുറന്നപ്പോൾ ചെന്ന് പറയുന്നു, സാർ എൻ്റെ പരാതി പരിഹരിക്കപ്പെട്ടു, സിൻഡിക്കേറ്റ് എന്നെ തിരിച്ചെടുത്തു. അപ്പോഴേക്കും യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ വക്കീൽ പറഞ്ഞു തിരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ഇയാൾ കേസ് തരുന്നു, അയാൾ പിൻവലിക്കുന്നു, ഞങ്ങൾ ആലോചിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആ കേസിൻ്റെ മെറിറ്റിലോട്ട് കോടതി പോയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു കോമ്പിറ്റൻ്റ് അതോറിറ്റി തീരുമാനിച്ചോളാൻ പറയും. കോമ്പിറ്റൻ്റ് അതോറിറ്റി വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ അടുത്ത ദിവസം പറഞ്ഞു ഇയാൾ പുറത്ത് പോകണമെന്ന് പറയും. കാരണം തിരിച്ചെടുത്തില്ല. ഇനിയിപ്പോൾ ഗവർണർക്ക് റെഫർ ചെയ്യുക. അതെ. അപ്പോൾ അവർക്കും അറിയാം ഇയാളെ തിരിച്ചെടുത്തേക്കുന്ന ചട്ടവിരുദ്ധമാണ്. അറിയില്ലാത്തതുകൊണ്ടല്ല. പിന്നെ മുൻകാലങ്ങളിൽ സിൻഡിക്കേറ്റ് VC ഇല്ലാത്തപ്പോൾ സിൻഡിക്കേറ്റ് ഒരാളെ ചെയർ ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ സിൻഡിക്കേറ്റ് ഇരിക്കുമ്പോൾ ഒരിക്കൽ അന്ന് ഡോക്ടർ ജയകൃഷ്ണൻ സാറിന് പുറത്ത് പോകേണ്ട കാര്യം വന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്ത് പോവുകയാണ്, നിങ്ങളുടെ ഒരാൾ സിൻഡിക്കേറ്റിലിരിക്കുക. ചോദിച്ചു ഉടനെ ഒരു മാർവിൻസ് കോളേജിലെ പ്രൊഫസർ ഉണ്ടായിരുന്നു, ജോളി ജേക്കബ്, അവരെ ചെയർ ചെയ്യാൻ പറഞ്ഞു. അത് വിത്ത് പെർമിഷൻ ഓഫ് ദി വൈസ് ചാൻസലർ. അങ്ങനെ വരുമ്പോൾ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഓട്ടോമാറ്റിക്കലി വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യും. ഇവരുടെ തീരുമാനം ആര് അപ്രൂവ് ചെയ്തു? അങ്ങനെയാണെങ്കിൽ നാളെ എവിടെയെങ്കിലും യോഗം ചേർന്ന ശേഷം ഈ സിൻഡിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെയാണെങ്കിൽ ഇതൊരു മസിൽ പവർ ഉപയോഗിച്ച് യെസ്, ഇവിടെ ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലയിൽ നടക്കുന്ന മസിൽ പവറാണ്. ഇവിടെ ഒരു അനാർക്കി ഉണ്ടാക്കിയാണ്. ഇപ്പോൾ സർവകലാശാല നടക്കുന്ന അനാർക്കിയല്ലേ, അവിടെ ആർക്കും അകത്ത് കയറാൻ കഴിയുന്നില്ല. സിസാ തോമസ് വന്നപ്പോൾ ബാക്ക് ഡോറിൽ കൂടിയാണ് അകത്ത് കയറിയത്. ഫ്രണ്ടിൽ മറങ്ങി നിൽക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ആലോചിച്ച് നോക്കുക, യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. വൈസ് ചാൻസലർക്ക് മറ്റേ പുതിയ രജിസ്ട്രാറെ നിയമിച്ചു. ആ രജിസ്ട്രാർക്ക് ഫയൽ ട്രാൻസ്ഫറിനുള്ള ലിങ്ക് കൊടുക്കുന്നില്ല. ലിങ്ക് ഉപയോഗിക്കുന്നത് പഴയ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിൽക്കുന്ന രജിസ്ട്രാറാണ്. അപ്പോൾ ക്രമസമാധാനം മുഴുവനും സിൻഡിക്കേറ്റ് പൂർണ്ണമായിട്ടും തകർത്തിരിക്കുക. ഇതൊക്കെ ഒരു വാസ്തവമാണ്. അപ്പോൾ എന്താ, ഫയൽസ് പെൻഡിങ് ആവുന്നു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് പെൻഡിങ് ആവുന്നു. കുട്ടികളുടെ ഫ്യൂച്ചറിൻ്റെ പ്രശ്നമല്ലേ. ഇപ്പോൾ അഡ്മിഷൻ സമയമാണ്. ഒരുപാട് കുട്ടികൾക്ക് വെളിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അത് അടുത്ത തുടർ പഠനത്തിന് ആവശ്യമാണ്. അത് കൊടുക്കാൻ കഴിയുന്നില്ല. അല്ല, ഈ നിർണായകമായ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കിയെടുത്തതാണോ? എന്തിനായിരിക്കാം? അതൊരു സംശയകരമായ. ഞാൻ ചോട്ടെ, ഇതിൻ്റെ പിന്നിൽ CPM ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഗോവിന്ദൻ്റെ അറിവോടുകൂടിയാണ്. CPM-ന്റെ സെക്രട്ടറി ഗോവിന്ദൻ ആ സമരസമയത്തോടെ വരുന്നു. പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്നു. കുട്ടികളുടെ എക്സാമിനേഷൻ ബ്രാഞ്ച് വരെ കടന്നു, യൂണിവേഴ്സിറ്റി പിടിച്ചെടുക്കുന്നു. ഇത് കേരള സർവകലാശാല മാത്രമല്ലെന്ന് ആലോചിക്കണം. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും അതാ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കും. കേരളത്തിൽ ഇപ്പം കേരള സർവകലാശാല BCക്ക് വരാൻ കഴിയുന്നില്ല. ഇവിടുത്തെ എല്ലാം പെൻഡിങ് ആയി. ഓൺലൈൻ വർക്ക് ചെയ്യാൻ നോക്കുന്നില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേരിട്ട് ഒപ്പിടാൻ നോക്കുന്നില്ല. അപ്പോൾ ഇവിടെ മുഴുവൻ കുട്ടികളുടെ ഭാവി തകർന്നു. കാലിക്കറ്റിലെ സ്ഥിതി എന്താ? കാലിക്കറ്റിൽ അനാവശ്യമായ സമരമാണ്. കാലിക്കറ്റിൽ നടത്തുന്നത് വെച്ചാൽ KSUവിൻ്റെ ഒരു വിദ്യാർത്ഥിയെ പർപ്പസ്ഫുള്ളായിട്ട് തോപ്പിച്ചെന്ന് കണ്ടപ്പോൾ വൈസ് ചാൻസലർ ചെയർമാനെ വിളിച്ചു വരുത്തി റീവാല്യൂ ചെയ്യിച്ചു. ആ കുട്ടി ജയിച്ചു എന്നുള്ളതിൻ്റെ പുറത്ത്. കാരണം ഞങ്ങൾ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളെ തോപ്പിക്കും, ഞങ്ങൾ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളെ ജയിപ്പിക്കും എന്നുള്ള നിലയിലേക്ക് സർവകലാശാല എത്തിയിരിക്കുകയാണ്. പരീക്ഷ എഴുതാതെ ജയിപ്പിക്കുന്നുണ്ട്. കാരണം കോളേജുകളിലെ പ്രിൻസിപ്പൽമാരാണ് കോളേജിലെ ഇന്റേണൽ മാർക്ക് ഇടുന്നതും കോളേജിലെ പ്രോജക്റ്റിൻ്റെ മാർക്ക് കൊടുക്കുന്നതും. കോളേജിലെ പ്രിൻസിപ്പൽമാരുടെ കാര്യം കൂടെ ആലോചിക്കണം. അതെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. 66 സർക്കാർ കോളേജുകളിൽ 64 പ്രിൻസിപ്പൽമാരില്ല. ഇത് എന്തവസ്ഥയാണ്? എന്താണ് ഇതിന് കാരണമായി പറയുന്നത്? കാരണം വെച്ചാൽ UGCയുടെ റെഗുലേഷൻ അനുസരിച്ച്, UGCയുടെ റെഗുലേഷൻ പ്രകാരം പ്രിൻസിപ്പൽ പണ്ട് കാലത്തൊക്കെ സീനിയോറിറ്റി അനുസരിച്ചാണ് പ്രിൻസിപ്പലിനെ നിയമിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും സീനിയർ മോസ്റ്റ് അധ്യാപകൻ പ്രിൻസിപ്പലാവും. ഇപ്പോഴതല്ല, 5 വർഷത്തേക്ക് ഇൻ്റർവ്യൂ നടത്തിയാണ് നിയമിക്കുന്നത്. അവർക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ട്. 15 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം. അവർക്ക് PhD വേണം. അവർക്ക് PhD ഗൈഡായിരിക്കണം. അവർക്ക് പബ്ലിക്കേഷൻ്റെ റിസർച്ച് സ്കോർ വേണം. ഇതെല്ലാം ഉള്ള മെറിറ്റുള്ള അധ്യാപകർക്ക് മാത്രമേ ഇൻ്റർവ്യൂവിന് വരെ ഹാജരാനൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താ, സീനിയോറിറ്റി അനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടനാ നേതാക്കന്മാർക്ക് ഇതൊന്നും കാണില്ല. അവർക്ക് പബ്ലിക്കേഷൻ കാണില്ല, ഒന്നും കാണില്ല. ചിലപ്പോൾ ഇവിടെ നിന്നെങ്കിലും കോപ്പി അടിച്ച ഒരു PhD ആണ്. അപ്പോൾ അതുമായിട്ട് വരുമ്പോൾ ഇവർ പ്രിൻസിപ്പലാവില്ല. അപ്പോൾ പ്രിൻസിപ്പലാകാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഒരു പട്ടികയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പ്രിൻസിപ്പൽമാരുടെ പട്ടിക ഉണ്ടായി, PSC അപ്രൂവ് ചെയ്ത ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ നിന്ന് പോലും നിയമിക്കാൻ തയ്യാറാകാതെ അവർ കോടതിയിൽ പോയി. കോടതി പറയും താൽക്കാലികമായിട്ട് നിയമിക്കാൻ പറയും. അങ്ങനെ PSC പറഞ്ഞവരെ പോലും താൽക്കാലികമായി നിയമിച്ചിട്ട് ബാക്കി വാക്കൻസി മുഴുവനും
ഇവർ സീനിയോറിറ്റി അനുസരിച്ച് അല്ല, അവർക്ക് താല്പര്യമുള്ളവരെ പ്രിൻസിപ്പലാക്കി. പലയിടത്തും പ്രൊഫസർമാരുള്ളപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർമാരെയാണ് പ്രിൻസിപ്പലായിട്ട്. അവർ പ്രിൻസിപ്പലായി എജിവിടെയല്ല, പക്ഷേ അവരുടെ നിയന്ത്രണത്തിൽ അപ്പോൾ SFIക്ക് നിയന്ത്രണം കിട്ടും. അതേസമയം എലിജിബിളായിട്ടുള്ള പ്രിൻസിപ്പൽ വന്നു കഴിഞ്ഞാൽ SFIയുടെ നിയന്ത്രണം നടക്കുന്നില്ല. അപ്പോൾ അവിടെയും പാർട്ടി ഫോക്കസ് ചെയ്യുന്നത് SFI വളർത്തുക, അക്ഷരാസ്യത ഉണ്ടാക്കുക, മറ്റൊരു സംഘടനയുടെ കുട്ടികളൊന്ന് പരാജയപ്പെടുത്തുക. അപ്പോൾ പരാജയപ്പെടുന്ന കാണുമ്പോൾ കുട്ടികളെല്ലാവരും ഭയന്ന് ഈ സംഘടനയിൽ നിൽക്കും. അപ്പോൾ ഇതിനെതിരെ കാലിക്കറ്റിലെ വൈസ് ചാൻസലർ ഡോക്ടർ രവീന്ദ്രൻ ശക്തമായ നിലപാടെടുത്തു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഒരു കുട്ടിയെ ഈ നമ്മുടെ സിദ്ധാർത്ഥിനെ വധിച്ചതിന് സമാനമായി ഒരു കുട്ടിയെ മാർക്ക് കുറയ്ക്കുമ്പോൾ ആ കുട്ടി വധിക്കപ്പെടുകയാണ്. അതെ. അപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി അന്ന് തുടങ്ങിയ സമരമാണ്. അല്ല, ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ വേദിയിൽ തന്നെ ഞങ്ങളുടെ ഒരു ഗസ്റ്റ് പറഞ്ഞതാണ്, ഒരു ലോ നിയമപരീക്ഷയിൽ തോൽക്കുന്നു 2 വിദ്യാർത്ഥികൾ. അവർ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് പരീക്ഷയിൽ. അതിനെ തുടർന്ന് റിവാലുവേഷൻ കൊടുക്കുന്നു, റിവാലുവേഷൻ അനുവദിക്കുന്നില്ല. കോടതിയെ സമീപിച്ച് കോടതി ഇടപെടലിനെ തുടർന്നാണ് ഇവർ എഴുതിയ പരീക്ഷാ പേപ്പറുകൾ പുനർനിർണ്ണയം നടത്തി, മറ്റ് സംസ്ഥാനത്ത് കൊണ്ടുപോയി പുനർനിർണ്ണയം നടത്തി. അത് LLBയിലെ വ്യാപകമാണ്. അവർക്ക് റാങ്ക് കിട്ടി. എനിക്കറിയാം, ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. അപ്പോൾ ആ കുട്ടി ആലോചിക്കുക അതിന് എന്തുമാത്രം നിയമമായിട്ട് പുറകെ പോയിട്ട് വന്നു. അതെ. അപ്പോൾ ഇപ്പോൾ എല്ലാ അതിനാണ് സർവകലാശാലകൾ ഇവിടെ കൺട്രോളിലാവണം. അപ്പോൾ കോളേജുകൾ അവരുടെ കൺട്രോളിലാക്കുന്നു. ഇപ്പോൾ കോളേജുകളെല്ലാം കൺട്രോളിലായി. ഇപ്പോൾ 13 സർവകലാശാലകളിൽ 12 VC-മാരില്ല. 12 VC-മാരില്ലാതാക്കി. കാരണം വെച്ചാൽ വൈസ് ചാൻസലർ, ഈ ഗവർണർ, ഈ മറ്റേ ഇതുണ്ടല്ലോ, സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി. സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയോട് കേസ് കൊടുത്തു. അതിന് പറയുന്നത് വെച്ചാൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഗവർണറാണോ ഗവൺമെൻറ് ആണോ എന്നുള്ള തർക്കമുണ്ടെന്ന്. എന്ത് തർക്കം? ഈ യൂണിവേഴ്സിറ്റി ഉണ്ടായി കേരളത്തിൽ 1967 ഈ ആക്ട് ആദ്യം വന്നത്. അന്ന് മുതൽ ഗവർണറാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഇവർ കണ്ടെത്തി സെർച്ച് കമ്മിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കും. എന്നിട്ട് ഗവർണർ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ പാരലായിട്ട് അവരും സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ അത് സ്റ്റേ ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് സെർച്ച് കമ്മിറ്റിയെ സ്റ്റേ ചെയ്യും, ഗവർണർ താൽക്കാലിക VC-മാരെ നിയമിച്ചാൽ അതിനെ സ്റ്റേ ചെയ്യും. ഇപ്പോൾ ഇന്നിതാ സംഭവിച്ചത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളും അതിന് കീഴിലുള്ള കോളേജുകളും തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ, അതിനുവേണ്ടി മാത്രമാണ്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഡിജിറ്റൽ സർവകലാശാലയിൽ കോടികളുടെ വെട്ടിപ്പാണ് നടക്കുന്നത്. അതെ, അത് സിസാർ തോമസ് കണ്ടെത്തിയതാണ്. 1500 കോടി രൂപ അവിടെ മറിച്ച്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശിവശങ്കറായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ശിവശങ്കർ ഉണ്ടാക്കിയപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയാമായിരുന്നു. അവിടെയുള്ള അധ്യാപകരെല്ലാം പ്രോജക്റ്റ് ഡയറക്ടർമാരാക്കി വെളിയിൽ നിന്ന് വർക്ക് എടുത്തിട്ട് ഈ വർക്കിൻ്റെ പണം മുഴുവൻ തിരിച്ച് റിവേഴ്സായിട്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ പോവുകയാണ്. ഇത് മിനിറ്റുകൾ കൊണ്ട് സിസാർ തോമസ് കണ്ടെത്തി. സിസാർ തോമസിനെ പുറത്താക്കി ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാണെന്നറിയോ? രാജീവാണ്. കാരണം രാജീവിൻ്റെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് മുഴുവനും ഡിജിറ്റലാണ്. അപ്പോൾ ഇത് മുഴുവനും കണക്റ്റഡാണ്. ഞാൻ വേറൊന്നും കൂടെ പറയാം. സംസ്കൃത സർവകലാശാലയിൽ സമരം നടക്കുക. അവിടുത്തെ ഒരു കാര്യം എന്താ അറിയോ? അവിടെ യൂണിവേഴ്സിറ്റിയിൽ അടുത്ത കാലത്ത് പഠനം നടത്തുന്ന രാത്രിയാണ് ഇവർ ലൈബ്രറി ഉപയോഗിക്കുന്നത്. ആദ്യം 12 മണി വരെ ലൈബ്രറി തുറന്നിട്ടു. ഇപ്പോൾ ഹോസ്റ്റല് 24 മണിക്കൂറും ഹോസ്റ്റൽ തുറന്നിടണമെന്ന് തീരുമാനിച്ചു. 24 മണിക്കൂറും ക്യാമ്പസ് തുറന്നിടാൻ തീരുമാനിച്ചു. അവിടെ കാലടിയിലുള്ള പോലീസ് ഓഫീസേഴ്സൊന്നും ഏറ്റവും കൂടുതൽ കഞ്ചാവ് കച്ചവടം നടക്കുന്നത് സംസ്കൃത സർവകലാശാല ക്യാമ്പസിലാണ്. അവിടെയുള്ള ഹോസ്റ്റലിൽ ഇവർ അവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് പരിശോധന നടത്തി. അവിടെയുള്ള ഹോസ്റ്റൽ സാധാരണ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലായിരുന്നു. അവിടെ ഒന്നിച്ചുള്ള ഹോസ്റ്റലാക്കി. ആലോചിക്കുക, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഇവിടെ അവിടുത്തെ ക്യാമ്പസ് നടന്നതാണ്. ഇതിനെതിരെ സിൻഡിക്കേറ്റിൻ്റെ ടീം അവിടെ അന്വേഷിച്ച് പോയത് മറ്റാരുമില്ല, CPM-ൻ്റെ ഈ മാധ്യമ ഇതാക്കിയ നാരുൺകുമാർ അവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പറാണ്, CPM വക്താവാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റ് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്നോട് പറഞ്ഞത്, ആൺകുട്ടികളുടെ റൂമിലെല്ലാവരും പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങളൊക്കെയാണ്. പെൺകുട്ടികളുടെ മുറിയിൽ ആൺകുട്ടികളുടെ ഷർട്ടുകളെല്ലാം കിടക്കുകയാണ്. അത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഷർട്ടാണെന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥ കഞ്ചാവ് 24 മണിക്കൂർ തുറന്നിട്ടപ്പോൾ ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമനുസരിച്ച് ഗേറ്റ് 10 മണിക്ക് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ സമരമാണ് നടത്തുന്ന SFI ആണ്. അത് കുട്ടികളുമായി സമവായം ഉണ്ടാക്കി അത് പഠനത്തെയും റിസർച്ചിനെയും ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പ്രൊഫസറായ ഇളയിടം സുനിൽ P. ഇളയിടവും അതേപോലെ തന്നെ BTX മാരിയ പ്രൊഫസർമാർ കുട്ടികൾക്ക് വേണ്ടി രംഗത്തിറങ്ങിക്കുക.
ഈ അഴിഞ്ഞാട്ടം കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ എല്ലാ ക്യാമ്പസും 24 മണിക്കൂർ തുറന്നിട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്താ? കുറേ റെസ്ട്രിക്ഷൻസ് വേണ്ടേ? കുട്ടികൾ പഠിക്കേണ്ട രാത്രി പകൽ അവിടെ ക്ലാസ്സിൽ അധ്യാപകർ പറയാൻ ക്ലാസ്സിൽ കുട്ടികളാരുമില്ല. വൈകുന്നേരം ആകുമ്പോൾ പുറത്തുള്ള കുട്ടികൾ, പുറത്തുള്ള പല ഉദ്യോഗസ്ഥന്മാരും ക്യാമ്പസിൽ തങ്ങുകയാണ്. ഇതാണ് കേരളത്തിൽ. അതിന് എതിരെ സമരം നടത്തുകയാണ് SFI. അപ്പോൾ SFI അവിടെ സമരം, കണ്ണൂർ സമരം, കാലിക്കറ്റ് സമരം, കേരളയിൽ സമരം. അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട്, ഞാനതാ പറഞ്ഞത്, ഗവൺമെൻറ് സ്പോൺസേഡ് സമരമാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ കോടതി, ഇപ്പോൾ ഞാൻ കോടതി വിധിയെ വിമർശിക്കുകയൊന്നുമല്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇപ്പോൾ കോടതി പറയുന്നത് അത് പെർമനൻറ്റ് VC, അങ്ങനെയില്ല. പെർമനൻറ്റ് VC, ടെമ്പററി VC എന്നൊരു VC ഇല്ല. VC എന്ന് പറയുന്നത് UGC പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ നിയമിക്കുന്നതാണ് വൈസ് ചാൻസലർ. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കുന്നതാണ് പ്രിൻസിപ്പൽ, അല്ല ഇതേപോലെ നിയമിക്കുന്നതല്ല പ്രിൻസിപ്പൽ. അപ്പോൾ ഇവിടെ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ടെമ്പററി VC ആയതുകൊണ്ട് ആക്ടിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ശുപാർശ വാങ്ങണമെന്നുണ്ട്. അത് സുപ്രീം കോടതിയിലെ വിധിക്കെതിരാണ്. സുപ്രീം കോടതി ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷം പോലെയാണ്, നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ സംഘർഷാവസ്ഥ പോലെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ കുത്തഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡ്മിഷൻ നടക്കുന്ന സമയത്താണ് ഈ കോലാഹലങ്ങൾ നടക്കുന്നത്. ഇക്കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ എനിക്ക് തോന്നുന്നു 45,000-ലേറെ സീറ്റുകൾ, നമ്മുടെ ബിരുദ സീറ്റുകളും ബിരുദാനന്തര സീറ്റുകളും ഒഴിഞ്ഞു കിടന്നു നമ്മുടെ ഇവിടെ കേരളത്തിൽ. എന്ത് കഷ്ടമാണ്! ഇത്തരത്തിൽ ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഈ നടക്കുന്ന സമരവും ഇത്തരത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞിടാൻ കാരണമാവില്ലേ? എനിക്ക് അതിനകത്തൊരു വലിയ, ഇപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരാനായിട്ട് ബില്ല് മിക്കവാറും ഉടനെ. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതിനും നമ്മുടെ കുട്ടികൾ ഒരുപാട് അന്യ സംസ്ഥാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഞാനൊരു രക്ഷകർത്താണോ, ഇവിടെ എന്തിനു പഠിക്കണം? ഇവിടെ പറയുന്നുണ്ട് 2,500 കുട്ടികൾ വിദേശത്ത് നിന്ന്, കാനഡ, ലാറ്റിൻ അമേരിക്ക, അവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ വരുന്നതെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷനിൽ ഓപ്ഷൻ കൊടുത്തിട്ടേ ഉള്ളൂ ഇന്ത്യയിൽ വരുന്നതിനുള്ള 2,500 കുട്ടികൾ. അതിലിവിടെ ഓപ്ഷൻ വാങ്ങിച്ച് കഴിഞ്ഞ തവണ ഇതുപോലെ വന്നതിന് ശേഷം 200 കുട്ടികൾ താഴെ മാത്രമേ കേരളത്തിൽ അവിടെ പഠിക്കാനുള്ളൂ. പറയുന്നത് ആപ്ലിക്കേഷൻ, അത് ഓപ്ഷനാണ്. ഈ ഇവിടുത്തെ സ്ഥിതി കാണുമ്പോൾ കുട്ടികൾ മടങ്ങി പോവുക, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളെ അന്യ സംസ്ഥാനങ്ങൾക്ക് അയക്കുന്നതിനോ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യാനോ ബോധപൂർവമായ ശ്രമം കൂടി ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മുൻകാലങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ എതിർത്തവരാണ്, അറിയാമല്ലോ. അവർ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നു. അപ്പോൾ ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ട പ്ലാറ്റ്ഫോം ഒരു കൊടുക്കേണ്ട ബാധ്യത കൂടെ ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന സമരം നമ്മുടെ സർവകലാശാലകൾ കാര്യക്ഷമമല്ലാതെന്നും ഇവിടെ അനാഥമാണെന്ന് വരുത്തി വയ്ക്കേണ്ട ബോധപൂർവമായ ശ്രമവും മറുഭാഗത്ത് മസിൽ പവറിലൂടെ SFI ഉൾപ്പെടെയുള്ള സംഘടന വളർത്താനുള്ള ശ്രമവും നമ്മുടെ CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഇത് അത്തരത്തിൽ ഒരു ഗൂഢലക്ഷ്യം അവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇവിടെ ഒന്നും ഒരു ഓർഡർ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. യൂണിവേഴ്സിറ്റികൾ 2022 മുതൽ നമ്മുടെ പേര് കേട്ട കേരള യൂണിവേഴ്സിറ്റിയിൽ VC ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അൺഫോർച്ചുനേറ്റ് എന്ന് പറയേണ്ടി വരികയാണ്. ഈ സെർച്ച് കമ്മിറ്റി, VC-മാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് UGC റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും, ഗവർണറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും, യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. ഇപ്പോൾ തുടർച്ചയായി യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവിനെ കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. ഇതിൽ ഒരു ഉന്നത ഇടപെടൽ എവിടെ നിന്നെങ്കിലും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അല്ല, അത് പറയുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങൾ പറയാം. UGC യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് മുഴുവൻ ഡെഡ് ലോക്ക് ആയത്. ഗവർണർ എല്ലായിടവും സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി. ആരും യൂണിവേഴ്സിറ്റിയുടെ പ്രതിയെ പർപ്പസ്ഫുള്ളായിട്ട് കൊടുക്കാതെ കോടതി കൊണ്ട് കേസ് കൊടുത്തു, ഈ കമ്മിറ്റി പ്രോപ്പർ അല്ല എന്ന്. അപ്പോൾ കോടതി നോക്കുമ്പോഴത്തേക്ക് 2 പേരേ ഉള്ളൂ, 3 പേരുടെ 2 പേരേ ഉള്ളൂ. അപ്പോൾ പർപ്പസ്ഫുള്ളായിട്ട് യൂണിവേഴ്സിറ്റി നോമിനിയെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ചിലടത്ത് ഗവൺമെൻറ് നോമിനിയെ കൊടുക്കാതിരിക്കുക. അത് പറയുമ്പോൾ ലാ യൂണിവേഴ്സിറ്റി, നമ്മുടെ ന്യൂയാർക്സ്, കൊച്ചിയിലുള്ള ലാ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇപ്പോൾ നിയമിച്ചു കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്. അവിടുത്തെ ചാൻസലർ ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് നോമിനിയെ അർജൻറ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ പിടിച്ചു നിന്നു. അവർ പറയുന്നത് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സർവകലാശാലയും കൊടുക്കേണ്ടി വരുമെന്ന്. ഗവർണർ പറഞ്ഞു ഞാൻ നിയമിക്കുമെന്ന്, നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഞാൻ നിയമിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ് നോമിനിയെ കൊടുത്തു. അപ്പം ഇവിടെ പോളിസി മാറി. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെ കണ്ടപ്പോൾ പോളിസി മാറി, ഗവർണർ ചോദിച്ചപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ പറയില്ലേ, വിദ്യാഭ്യാസ രംഗത്തെ ബോധപൂർവം അട്ടിമറിക്കുകയാണ്. അല്ല, ഇതിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ഇങ്ങോട്ടുള്ള ഗവർണർമാർ കാവ്യവൽക്കരണത്തിന് ശ്രമം നടത്തുന്നു എന്നാണ്. അങ്ങനെ അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങേക്ക് ഞാൻ ഈ കാവ്യവൽക്കരണത്തിനായാലും ചുവപ്പുവൽക്കരണത്തിനൊക്കെ എതിരാണ്.
ഈ നമ്മുടെ UDF വന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം. കാരണം വൈസ് ചാൻസലർമാർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, വൈസ് ചാൻസലർമാർ ക്രെഡിബിലിറ്റി ഉള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ എനിക്കത് തോന്നിയിട്ടില്ല. കാരണം ഈ ഗവർണർ കഴിഞ്ഞ സദാശിവം ഇരുന്നപ്പോഴും സദാശിവം കഴിഞ്ഞ് ഞാൻ ചോദിട്ടെ, ഈ കുന്നുമേൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർ LDF നിയമിച്ച ആളാണ്. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ ടേമിൽ അദ്ദേഹത്തെ നിയമിച്ചത് LDF ഗവൺമെൻറ്റാണ്. ജസ്റ്റിസ് സദാശിവമായിരുന്നു അന്ന് ഗവർണർ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോഴേക്കും അദ്ദേഹവും ആദ്യഘട്ടത്തിൽ 2021 വരെ ഗവൺമെൻറ് പറഞ്ഞ വരെ തന്നെ വൈസ് ചാൻസലർമാരെ നിയമിച്ചു. പിന്നീടാണ് അദ്ദേഹമായിട്ട് സോഷ്യലിറ്റി ഇല്ലാതാവുന്നത്. പക്ഷേ അതിനുശേഷം നടത്തിയ നോമിനേഷൻസ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 13-ൽ 12 സർവകലാശാലയിൽ ഇന്ന് ടെമ്പററി വിസിമാരാണ്. അതിൽ 4 പേര് CPM-ൻ്റെ സംഘടനയിലുള്ളവരാ, 4 പേര് കോളംകേരസ് അധ്യാപക സംഘടനയിലുള്ളവരാ. എന്ന് പറഞ്ഞാൽ അവരാരും ക്വാളിറ്റി നടത്തുന്നതല്ല. എല്ലാവരും വളരെ പ്രഗത്ഭന്മാരായ വൈസ് ചാൻസലർ ആവാൻ സർവ്വതാ യോഗ്യർ തന്നെയാണ് ഈ 12 പേരും. പക്ഷേ ഇവരെ നിയമിച്ച് പോയി എങ്ങനെ പറയാൻ നോക്കും? ഈ അടുത്ത കാലത്ത് നിയമിച്ച 2 വിസിമാർ കുഫൂസിലെയും മലയാളം സർവകലാശാലയും, അത് കേരള സർവകലാശാലയിലെ അധ്യാപക സംഘടന CPM അധ്യാപക സംഘടനയിലെ അംഗങ്ങളാണ്. അവർക്ക് കഴിഞ്ഞ ആഴ്ച CPM അധ്യാപക സംഘടന സ്വീകരണം കൊടുത്തു. പിന്നെ കാവ്യ എന്ന് അങ്ങനെ പറയാൻ പറ്റും? ഞാനങ്ങനെ അതിന് ഇവിടെ എന്താണെന്നറിയോ, കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരുടെ അവരോടൊപ്പം നിൽക്കും. അപ്പോൾ കോൺഗ്രസ്സുകാരെ നിർത്തുന്നതിന് വേണ്ടി CPM കണ്ടെത്തിയിട്ടുള്ള മാർഗ്ഗമാണ് കാവ്യ. അല്ല, ഇവർക്ക് കാവ്യവൽക്കരിക്കാനായിട്ടുള്ള സ്ട്രെങ്ത് ഒന്നും കേരളത്തിൽ BJPക്ക് ഇല്ല. അവർക്ക് അതനുസരിച്ചുള്ള വിദ്യാർത്ഥികളോ ജീവനക്കാരോ അധ്യാപകരോ ഇല്ല. ഓക്കെ. അപ്പോൾ ഈ സിൻഡിക്കേറ്റിൽ BJP അംഗങ്ങളെ തിരികെ കയറ്റി എന്നുള്ള ആരോപണമാണ് അവർ ശക്തമായി ഉന്നയിച്ചത്. അതുപോലെ എല്ലായിടത്തേക്കും കൊണ്ടുവരും. അല്ല, അത് കാര്യമുണ്ട്. ഈ BJPയിലെ അംഗങ്ങളെ കയറ്റിയെന്ന് ചാൻസലറുടെ നോമിനി, ആ ചാൻസലറുടെ നോമിനി മുൻകാലങ്ങളിലൊക്കെ ഗവൺമെൻറ് പറയുന്നവരെ നിയമിക്കും. ഇവിടെ പക്ഷേ നിയമപ്രകാരം ചാൻസലർക്ക് യുക്തമായി നിയമിക്കാം, ചാൻസലറുടെ നോമിനിയാണ്. ഇത് കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നായനാർ മുഖ്യമന്ത്രി റാം ദുലാരി സിൻഹ ആയിരുന്നു അന്ന്. അദ്ദേഹം ഇതേപോലെ വേറെ ലിസ്റ്റ് കൊടുത്തു, റാം ദുലാരി നിയമിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാച്ചല്ലൂർ രാജാരാമൻ നായർ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റുണ്ട്, അദ്ദേഹത്തെ കേരള സർവകലാശാലയിൽ നിയമിച്ചു സിൻഡിക്കേറ്റായിട്ട്. അതുപോലെ ഇപ്പോൾ ഗവർണർ BJP-യാണ്, അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു നോമിനി, അതിൽ വഴി 2 പേര് സിൻഡിക്കേറ്റിൽ വന്നു. അതുകൊണ്ട് മാത്രം ഇവിടെ മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെട്ടോ? അവരും ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളല്ലേ. അപ്പം അതിനെ വെറുതെ കാവ്യ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ ഈ സർവകലാശാലകളെ മുൻകാലങ്ങളിൽ നിന്ന് പണ്ടൊക്കെ ഇതൊക്കെ പറയുന്നെങ്കിലും MA ബേബി ഇരുന്നപ്പോഴും അതിന് മുമ്പ് ഇരുന്നൊക്കെ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ വൈസ് ചാൻസലർമായിട്ട് നിയമിക്കില്ലായിരുന്നു. അവർ നിയമിച്ചുള്ള ഡോക്ടർ ജയശനെ പോലുള്ളവരൊക്കെ വളരെ, അതുപോലെ തന്നെ അനന്തമൂർത്തിയെ നിയമിച്ചാരാ? LDF ഗവൺമെൻറ് അല്ലേ. ഡോക്ടർ ഇക്ബാൽ കേരള സർവകലാശാല നിയമിച്ചു. അദ്ദേഹം ഇടതുപക്ഷ, പക്ഷേ അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹം വളരെ ശരിയും തെറ്റും നോക്കിയതിന് ശേഷം ഭരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരെ മുൻകാലം. ഇപ്പോൾ അതല്ല, സിൻഡിക്കേറ്റിന് ഭരിക്കാൻ പറ്റിയ VCമാരെ നിയമിച്ചത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. അങ്ങനെ പൂർണ്ണമായും ചുവപ്പുവൽക്കരിച്ചതിൻ്റെ പൊട്ടിത്തെറിയാണ് ഇന്ന് കേരളത്തിൽ എല്ലായിടവും കാണുന്നത്. ഇത് ശരിയാകണമെങ്കിൽ CPM തന്നെ വിചാരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം, CPM-ഉം ഗവൺമെൻറ്റും ഗവർണറും വൈസ് ചാൻസലർമാരായിട്ട് നിയമിക്കപ്പെടുന്നവരും ഒരേ മനസ്സോടുകൂടി നിന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം രാഷ്ട്രീയമുക്തമാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, സേവ് യൂണിവേഴ്സിറ്റി ഫോറം വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇത്തരത്തിലുള്ള തെറ്റായ ഇടപെടലുകളും കൈകടത്തലുകൾക്കും ഉള്ള ശ്രമങ്ങൾ വ്യാപകമാകുന്ന അവസരത്തിലാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടത്. അന്ന് ഈ ഭിന്നസ്വരം കേരളത്തിൻ്റെ കാതുകളിലേക്ക് വളരെ വേഗത്തിൽ എത്തുകയും ചെയ്തു. കൃത്യമായിരുന്നു നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ എല്ലാം തന്നെ എന്നുള്ളത് കൊണ്ടാണത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ടായിരിക്കണം പൊതുജനങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോഴും എനിക്ക്. അവർക്കൊക്കെ നേരിട്ട് അനുഭവം വരുന്ന ഓരോ വിഷയങ്ങളിൽ മാത്രമാണല്ലോ ഈ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും കൃത്യതയോടെ ഇടപെടലുകളും ഉണ്ടാവുക. അല്ല, അതിന് കാര്യം എന്താ പറയുക, യൂണിവേഴ്സിറ്റി സിസ്റ്റം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഈ അക്കാഡമിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയും, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. സർവകലാശാല ഓഫീസിൽ ഒരു വിദ്യാർത്ഥി കയറി വരുമ്പോൾ തന്നെ ഭയത്തോടു കൂടിയാണ് കയറി ചെല്ലുന്നത്.
ഒരു പബ്ലിക് ഓഫീസിൽ പോകുന്ന പോലെ അല്ല. അപ്പം അവിടെ വേറൊരു അപ്പം അതിനെ നിയന്ത്രിക്കുന്നവർ കാണിക്കുന്ന നിയമങ്ങളൊന്നും സാധാരണക്കാരന് അറിയില്ല. അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പലർക്കും അറിയില്ല, ഈവൻ ഇൻക്ലൂഡിങ് കോൺഗ്രസ് പാർട്ടി. അവർ ഒരു ഡെപ്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലായിരുന്നു. ഇത് മനസ്സിലാക്കുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM മാത്രമായിരുന്നു. അവർ കൃത്യമായി അതിനെതിരായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും നെറ്റ്വർക്കുണ്ട്. ഞങ്ങൾക്ക് ഡേറ്റാസ് കൂടുതൽ തരുന്നതിൽ വലിയൊരു ഭാഗം CPM അനുകൂലിയായിട്ടുള്ള ആൾക്കാരാണ്. അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായി രാഷ്ട്രീയത്തിന് അതീതമായാണ് എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷേ എക്സ്പോസ് ചെയ്യുമ്പോൾ എല്ലാം നടക്കണമെന്നില്ല, എങ്കിലും അത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ള ഒരു കൃതാർത്ഥ നമുക്ക്. തീർച്ചയായിട്ടും അത് ഇനിയും ശക്തമായി തന്നെ തുടരട്ടെ. ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെല്ലാ ഭാവങ്ങളും നേരുന്നു. എന്തായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇത്തരത്തിൽ തെരുവിൽ അലയ്ക്കാനുള്ളതല്ല. ഇത്തരത്തിൽ അലക്കി വെളുപ്പിച്ച് കീറി പഴന്തുണിയായി മാറുമ്പോൾ നമ്മുടെ യുവത്വമാണ് അനാഥമാകുന്നത്. അവർക്ക് മറ്റു പല സ്ഥലങ്ങളിലേക്കും നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തേടി പോകേണ്ടി വരുന്നു. ഇനിയിപ്പോൾ ഉയർന്നു വരുന്നൊരു സംശയം വളരെ യുക്തിപൂർവ്വം മുന്നോട്ട് വയ്ക്കട്ടെ. വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന നിങ്ങൾക്ക് അവർക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ഒരുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണോ ഇപ്പോഴത്തെ ഈ സംഘർഷവും സമരാഭാസവും എന്ന് ചിന്തിച്ചു പോവുകയാണ്, സംശയിച്ചു പോവുകയാണ്. ആ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത കേരളത്തിൻ്റെ സർക്കാരിനുണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഈ പ്രശ്നം ഏറ്റവും ഉചിതമായി അതുകൊണ്ട് തന്നെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. അത് ഏറ്റവും വേഗത്തിൽ ചെയ്യുക. ഇപ്പോൾ തന്നെ വൈകിയിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികളുടെ ഭാവി കൊണ്ടാണ് പന്താടുന്നത്. കുട്ടികളുടെ ഭാവി എന്ന് പറയുമ്പോൾ നാടിൻ്റെ നാളെയാണവർ, നാടിനെ നാളെ മുന്നോട്ട് നയിക്കേണ്ടവരാണവർ. അവരുടെ ഭാവി ഇത്തരത്തിൽ ഇരുളടഞ്ഞതാക്കുവാനുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചു. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.